വിവിധ പട്ടണങ്ങളിൽ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്നവർ എല്ലാവരെയും പുനരാഗമിപ്പാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ശാന്തമായി ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. വചനം കൃത്യമായി നാം പഠിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഒട്ടനവധി കാര്യാദികൾ, സംഭവങ്ങൾ നമുക്ക് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ആധികാരികമായി കഴിഞ്ഞ ചില ദിവസങ്ങളായി ഞാനതൊന്ന് വായിച്ച് ധ്യാനിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് വന്ന ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളോട് പ്രാർത്ഥിച്ച് കൈമാറിയിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം എന്ന് പറയുന്നത് സുവിശേഷത്തിനും ലേഖനത്തിനും ഇടയ്ക്ക് കാണാൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. വേദപുസ്തകത്തിലെ ഒരേ ഒരു ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച പ്രവർത്തികളെയാണ് കാണാൻ കഴിയുന്നത്. അതിനകത്ത് വ്യത്യസ്തമായി നിൽക്കുന്ന രണ്ട് അപ്പോസ്തലന്മാരുണ്ട്, ഒന്ന് പത്രോസും ഒന്ന് പൗലോസും. ഈ രണ്ട് വ്യക്തികളെയാണ് കേന്ദ്രീകരിച്ച് നമുക്ക് ഈ അധ്യായങ്ങൾക്കകത്ത് സവിസ്തരം പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ അധ്യായം മുതൽ 12-ാമത്തെ അധ്യായം വരെ പത്രോസിനെ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിനകത്ത് വരച്ചു കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് തൻ്റെ ഫോക്കസ് ചെയ്താണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം വൈദ്യനായ ലൂക്കോസ് എഴുതുന്നത്. രണ്ടാമത് കാണാൻ കഴിയുന്നത് 13 മുതലുള്ള അധ്യായത്തിൽ കൈവയ്പ് ബർന്നബാസും പൗലൂസിനെയും ദൈവസഭ കൈവച്ച് വേർതിരിക്കുന്ന അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെ പൗലൂസിനെ കേന്ദ്രീകരിച്ചാണ് ദൈവസഭയുടെ യാത്ര. ഞാനിങ്ങനെ പറയാറുണ്ട്, ഞാനിങ്ങനെ ചിന്തിച്ചു, അപ്പോസ്തല പ്രവർത്തികളിൽ ആര് എന്ന വല്ല വിഷയം ആരിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്തു എന്നതാണ് വിഷയം. അവിടെ ഒരു മനുഷ്യനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് സത്യമാണെങ്കിലും അവൻ്റെ പിന്നിൽ ചലിച്ചൊരാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. ഞാൻ കൊതിക്കുന്ന ഈ കാലഘട്ടത്തിനകത്തും പരിശുദ്ധാത്മാവ് നമ്മിലൂടെ നമ്മുടെ ആലയങ്ങളിലൂടെ വെളിപ്പെടട്ടെ, നമ്മിലൂടെ നമ്മുടെ തലമുറകളിലൂടെ വെളിപ്പെടട്ടെ, നമ്മിലൂടെ നമ്മുടെ ശുശ്രൂഷകളിലൂടെ വെളിപ്പെടട്ടെ. സന്തോഷമുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിനകത്ത് ഒട്ടനവധി ചിന്തനീയമായ കാര്യങ്ങളുണ്ട് എങ്കിലും 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നാം വായിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നു, ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കാൻ കരം നീട്ടുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിസന്ധികൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ജാതീയ രാജാവ് ദൈവസഭയ്ക്കവരെ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അങ്ങനെ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നു പ്രിയരെ, 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ സവിസ്തരം നാം പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നു, ആ സമയത്ത് ഹെരോദാവ് യാക്കോബിനെ പിടിക്കുകയാണ്, യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലുകയാണ്. ആരാണ് യാക്കോബ്? കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ അവൻ്റെ ഇന്നർ സർക്കിളിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട ശിഷ്യന്മാർ, യേശുവിനോട് കൂടെ സഞ്ചരിക്കാൻ കൊതിച്ചവർ, കർത്താവിൻ്റെ തിരുവായ് മൊഴികൾ അതേപടി അനുസരിക്കാനും പ്രവൃത്തി ഫലത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ആഗ്രഹിച്ച ശിഷ്യന്മാരാണ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ഈ 3 പേരും കർത്താവിൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യന്മാരാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം, പ്രിയ ശിഷ്യന്മാരായ യാക്കോബിനെ അവർ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് കൊന്നുകളഞ്ഞു എന്ന് വേദപുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നു. ഞാനിങ്ങനെ പറയട്ടെ, ഒന്ന് ചിന്തിച്ച് കൂടെ നടന്ന, കൂടെ ആരാധിച്ച, കൂടെ സ്തുതിച്ച, കൂടെ നമ്മെ ദൈവത്തിൻ്റെ വേല ചെയ്ത ഒരു അഭിഷിക്തൻ മരിച്ചു വീഴുമ്പോൾ മറ്റൊരു അഭിഷിക്തൻ്റെ തകർത്തു കളയാൻ ശത്രു പദ്ധതിയിടുകയാണ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, ഇന്ന് പകൽക്കാലം നിന്റെ കൂടാരത്തിനകത്ത് ഒന്നുമാറി അനർത്ഥങ്ങൾ വിതയ്ക്കാൻ ശത്രു പദ്ധതി ഇട്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ കരം അതിൻ്റെ പുറകിൽ ചലിക്കും കേട്ടോ. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ കരം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കണം.
ഹല്ലേലൂയ. ഒന്ന് മാറി പ്രതിസന്ധികൾ നിങ്ങളുടെ കൂടാരത്തിനകത്ത് ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. എത്ര പദ്ധതികൾ ശത്രു ഇട്ടാലും ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവിക പദ്ധതിക്കകത്ത് നിൽക്കുന്ന ദൈവം വാഗ്ദത്തം പറഞ്ഞവനെ തകർക്കാൻ ഒരു ശത്രുവിനും കഴിയില്ല. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, യാക്കോബിൻ്റെ യാത്ര അവിടെ അവസാനിക്കുകയാണ്. താൻ നല്ല പൊരുതി ഓട്ടം തികച്ച് അവിടെ വീഴുമ്പോഴും മറ്റൊരുവൻ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനെ കർത്താവിൻ്റെ പ്രിയ ശിഷ്യനെ എന്ന് പറഞ്ഞാൽ രണ്ടാം അധ്യായത്തിലെ ആത്മനിറവ് മുതൽ ഇനി കാണാൻ കഴിയുന്ന സഭയുടെ വളർച്ചകൾ മുഴുവന് 3000 പേർ സ്നാനപ്പെടുന്നു, 4000 പേർ ജലത്തിലിറങ്ങുന്നു, ഒട്ടനവധി അത്ഭുതങ്ങൾ പത്രോസ് നടന്നു പോകുന്നത് കാണുവാൻ വേണ്ടി ജനങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. പത്രോസിന്റെ നിഴലെങ്കിലും ഒന്ന് തട്ടിയാൽ രോഗികൾ സൗഖ്യമാകുമെന്ന്, മരിച്ചവർ ഉയർക്കുമെന്നൊക്കെ പ്രതിനിധി ആ ദേശത്ത് യെരൂശലേമിൽ മുഴുവനും പരന്നിരുന്ന കാലം ഞാൻ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭക്തന്റെ മേൽ ആത്മാവിന്റെ ചലനം സംഭവിച്ചപ്പോൾ അവൻ സാധാരണ മനുഷ്യനല്ല, അവൻ അസാധാരണ മനുഷ്യനായി മാറി. ആമേ. ഇന്ന് പകൽക്കാല പ്രിയരെ, വില കൊടുക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന് വില കൊടുക്കണം. വില കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവകൃപയ്ക്ക് വില കൊടുക്കണം. എങ്കിൽ നിന്നെയോ സാധാരണക്കാരനായ നിന്നെ കൊണ്ട് അസാധാരണമായ ദൈവിക പദ്ധതികൾ ചെയ്യുക എൻ്റെ ദൈവം ഇടവരുത്തും കേട്ടോ. വിശ്വസിക്കാമെങ്കിൽ കരമുയർത്തി എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ ആ വാചകങ്ങൾ ഉരുവിടുന്നവമല്ലായിരിക്കും. ഒരുപക്ഷെ സാധാരണ ഒരു വീട്ടിലായിരിക്കാം ജനിച്ചത്, സാധാരണ രീതിയിലായിരിക്കാം വളർന്നത്. കടിക്കാനോ ധരിപ്പാനോ വല്ല വസ്ത്രവും നല്ല ആഹാരമൊന്നും കാണില്ലായിരിക്കാം. പക്ഷെ ഇന്നു പകലിലും പ്രാർത്ഥനയും, കർത്താവേ എൻ്റെ ചരിത്രത്തെ മാറ്റാൻ കഴിയുന്ന ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ എൻ്റെ മേൽ വെളിപ്പെടണമേ. എൻ്റെ ആലയത്തെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൈവത്തിൻ്റെ എൻകൗണ്ടറുകളെ കൊണ്ടുവരണമേ എന്ന് ഇന്ന് പകൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മേൽ ദൈവാത്മാവിൻ്റെ ചലനം വെളിപ്പെട്ട് കഴിഞ്ഞാൽ നീ പുറത്തിറങ്ങുന്നത് ആൾ മാറിയവനെ പോലെ ആയിരിക്കും. നീ ആളെ തേടി പോകണ്ട, നിന്നെ തേടി വ്യക്തികൾ വരും, നിന്നെ തേടി രോഗികൾ വരും, നിന്നെ തേടി പട്ടണങ്ങൾ വരും, നിന്നെ തേടി രാജ്യങ്ങൾ വരും. ഈ പകൽ അത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറിയില്ല, വലിയൊരു ആത്മാവിൻ്റെ സാന്നിധ്യം ഈ ഹോളിനകത്ത് വെളിപ്പെട്ട് നിൽക്കുകയാണ്. ആരുടെയൊക്കെ മേൽ ദൈവത്തിൻ്റെ ആഴമേറിയ സ്പർശനം ഈ പകൽക്കാലം വെളിപ്പെടുകയാണ്. വലിയൊരു ദൈവാത്മാവിൻ്റെ ചലന ഞാൻ കൊതിക്കുന്നു. തിരുവനന്തപുരം പട്ടണത്തെ ഇളക്കി മറിക്കുന്ന അഭിഷിക്തന്മാർ ഈ ആലയത്തിന്റെ അകത്തളത്തിൽ നിന്ന് ഈ പകൽക്കാലം എഴുന്നേറ്റ് വരട്ടെ. ഈ പകൽ എഴുന്നേറ്റ് വരട്ടെ. സാധാരണക്കാരനായ പത്രോസിനെ കൊണ്ട്, ഒരു മുക്കുവ ചെറുക്കനായ പത്രോസിനെ കൊണ്ട് അസാധാരണമായ ദൈവിക ശുശ്രൂഷ കൈമാറിയ ചെയ്യിപ്പിച്ച ആ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ഹോളിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതിന് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ആ ദൈവ ശബ്ദം അനുഭവമായി കേൾക്കുന്നുണ്ടെങ്കിൽ, ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഈ പകൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങട്ടെ. ഈ പകൽക്കാലം നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വരാൻ കഴിയും കേട്ടോ. ഈ വചനത്തിന് നിന്റെ കൂടാരത്തിനകത്ത് പ്രവർത്തിക്കാൻ കഴിയും. ഈ പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെട്ടു നിൽക്കുന്ന അതേ ആത്മാവിന്റെ ശക്തി നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെട്ടു നിൽക്കാവോ? വെളിപ്പെട്ടു വരാൻ കഴിയും കേട്ടോ. വർഷങ്ങൾ പഴക്കമുള്ള ഇരുട്ടിന്റെ വ്യാപാരങ്ങള് ഈ പകൽ ശാസിച്ചു മാറ്റി ചില ദൈവിക പദ്ധതിക്ക് വേണ്ടി നിന്റെ തലമുറകളെ വേർതിരിക്കുന്ന, നിന്റെ കുടുംബത്തെ വേർതിരിക്കുന്ന, നിന്റെ സഭയെ വേർതിരിക്കുമോ? Yes Lord, yes.
അധികമായി 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 ഈ തലമുറയിൽ ഞങ്ങൾക്ക് ഫെയിം വേണ്ട, ഞങ്ങളുടെ പേര് പ്രശസ്തവും, ഞങ്ങൾക്ക് പേര് വേണ്ട, ഞങ്ങൾക്ക് പ്രശസ്ത വേണ്ട. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് അധികമായി ഞങ്ങളുടെ ആത്മാവിനെ വേണം. ഒരു തലമുറ ഇമ്പാക്ട് ചെയ്യാൻ കഴിയുന്ന, ഒരു തലമുറ അഭിഷേകത്തിൽ നിലനിർത്താൻ കഴിയുന്ന, ഇരുട്ടിന്റെ കോട്ടകളെ തച്ചുടയ്ക്കാൻ കഴിയുന്ന, രോഗികളെ സൗഖ്യമാക്കാൻ കഴിയുന്ന, ഭൂതങ്ങളെ പുറത്തു മാറ്റാൻ കഴിയുന്ന, ഓ ബന്ധനസ്ഥരെ വിടിവിക്കാൻ കഴിയുന്ന ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ഓ what a mighty presence, what a mighty presence. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, വേല കൊടുക്കേണ്ടത് പരിശുദ്ധാത്മാവിനാണ്. ഒരുവന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ അവന്റെ നിഴൽ തട്ടാൻ ദേശം കാത്തിരുന്നു. ഞാൻ ആത്മാവിൽ അങ്ങനെ വിശ്വസിക്കുക, ഈ കാലഘട്ടത്തിലും അങ്ങനെയുള്ളവർ എഴുന്നേൽക്കട്ടെ. എങ്ങനെ എഴുന്നേൽക്കും? ദൈവവുമായി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, ദൈവവുമായി ആഴമേറിയ ബന്ധമുള്ളൊരു തലമുറ. അങ്ങനെ നിന്നാൽ നിന്റെ കണ്ണിലൂടെ ദൈവശക്തി വെളിപ്പെടും, നിന്റെ നിഴലിലൂടെ ദൈവശക്തി വെളിപ്പെടും, നിന്റെ വാക്കിലൂടെ ദൈവശക്തി വെളിപ്പെടും. എത്ര പേർ കൊതിക്കുന്നുണ്ട് അതുപോലൊരു തലമുറയെ നമ്മുടെ പട്ടണത്തിനകത്ത് ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. നമ്മിൽ അത് വെളിപ്പെട്ടു വരട്ടെ, നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെട്ടു വരട്ടെ. കരയുന്നെങ്കിൽ മാതാവേ പിതാവേ ഇന്ന് പകൽ അതിനു വേണ്ടി കരയുക. മാതാവേ പിതാവേ നിന്റെ തലമുറയിൽ ആ അഭിഷേകം വീഴാൻ കരയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു, പത്രോസിന്റെ നിഴൽ തട്ടിയെങ്കിലും സൗഖ്യമാക്കാൻ രോഗികളെ കൊണ്ട് ഇടുമായിരുന്നു. ശക്തമേറിയ ശുശ്രൂഷ. പക്ഷേ അവിടെയൊക്കെ കൈത്താങ്ങിയ പ്രാർത്ഥനയിൽ വാക്കുകൾ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്നു പോകുമ്പോൾ, എവിടെയൊക്കെ ഒന്ന് ശൂന്യമാകുമ്പോൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടില്ലേ, ആരെങ്കിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലുമൊക്കെ എന്നെ ഒന്ന് നല്ല വാക്ക് പറഞ്ഞൊന്ന് എൻകറേജ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി ഒന്ന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലുമൊക്കെ എന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വിടാനുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെയൊക്കെ ഒരുമിച്ച് സഞ്ചരിച്ചവരാണ് പ്രിയരെ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ. യാക്കോബും പത്രോസും യോഹന്നാനും മറ്റു ശിഷ്യന്മാരും എല്ലാം ഒരുമിച്ച് സഞ്ചരിച്ചവരാണ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ പരസ്പരം വിഷയങ്ങളെ കൈമാറി ദൈവത്തിൻ്റെ പറൂസിയ, ദൈവത്തിൻ്റെ മടങ്ങിവരവ് മാത്രം പ്രസംഗിച്ച്, അതാണ് ഗ്രീക്കിലെ ടേം. അവർ കാത്തിരുന്നത് ദൈവത്തിൻ്റെ മേഘപ്രത്യക്ഷത കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് കേൾക്കുന്നത്, ഹെരോദാവ് സഭയ്ക്കെതിരെ പദ്ധതി ഇടുകയാണ്. ഹെരോദാവ് സഭയ്ക്കെതിരെ പദ്ധതി ഇടുകയാ. കൂട്ടത്തിൽ ഒരുവനെ പിടിച്ചു, വാളുകൊണ്ട് കൊന്നു. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവസഭയ്ക്കെതിരെ ആരെല്ലാം പദ്ധതിയിട്ടാലും, ആരെയൊക്കെ തകർത്താലും, ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ശുശ്രൂഷ പൂർത്തീകരിക്കാതെ ദൈവം നിന്നെ മടക്കി വിളിക്കത്തില്ല. നിന്റെ കുടുംബത്തെക്കുറിച്ച് ദൈവം കണ്ട പദ്ധതി പൂർത്തീകരിക്കാതെ മടക്കി വിളിക്കത്തില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തി നിന്റെ കണ്ണുകൊണ്ട് ദൈവം നിന്നെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാതെ ദൈവം മടക്കി വിളിക്കത്തില്ല. എത്ര വലിയ ഹെരോദാവിന്റെ കര നിനക്കെതിരെ ചലിച്ചാൽ, അഭിഷേകമുള്ളവൻ പറയണ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഹെരോദാവേ നിന്റെ കരത്തിലല്ല, അവന്റെ ഉടയവന്റെ കരത്തിലാണ്. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന ഇരുട്ടിന്റെ ചില പദ്ധതികളെ തച്ചുടച്ച് ദൈവത്തിന്റെ ഹിത ചില ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. പ്രിയരെ, ഒരു വ്യക്തി ശത്രു പിടിച്ചെന്ന് കരുതി, ശത്രു കൊമ്പ് കളഞ്ഞെന്ന് കരുതി ചിന്തിക്കരുത് നിന്റെ ഈ അവസ്ഥ ഏതായിരിക്കുമെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എടാ, നീ ജനിക്കുന്നതിന് മുമ്പ് നീ എന്നുവരെ ജീവിക്കുമെന്നും
എങ്ങനെ മരിക്കുമെന്നും എങ്ങനെ നിന്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ തീരുമെന്നും ദൈവത്തിന് നന്നായി അറിയാം. ദൈവത്തിന് നന്നായി അറിയാം. നമ്മൾ സാഹചര്യം നോക്കി ഇന്ന വ്യക്തി തകർന്നു പോയതുപോലെ ഞാനും തകരുമോ? അവർക്ക് വന്ന രോഗമല്ലേ എന്നെയും കൊണ്ടുപോകുമോ? അവർക്ക് വന്ന പ്രതിസന്ധിയല്ലേ അവ എന്നെയും കൊണ്ടുപോകുമോ എന്ന് താരതമ്യം ചെയ്തിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. അതിൻ്റെ നടുവിൽ ജയാളിയെ പോലെ നിന്നുകൊണ്ട് പറയണം, ഹലോ, ദൈവം എനിക്ക് വച്ചിട്ടുള്ള ആയുസ്, ദൈവം എനിക്ക് വച്ചിട്ടുള്ള ആരോഗ്യം, ദൈവം എൻ്റെ കുടുംബത്തിന് വച്ചിട്ടുള്ള ദൈവിക പദ്ധതികൾ, ദൈവം ഈ രാജ്യത്തിനകത്ത് എനിക്ക് ചെയ്തു തീർക്കാനുള്ള ശുശ്രൂഷകൾ എന്ന് തീരുന്നോ അന്ന് വരെ ദൈവം എന്നെ സംരക്ഷിക്കുക. ദൈവം മടക്കി വിളിക്കുന്നത് വരെ എത്ര വലിയ ഹെരോദാവ് എതിരായിരുന്നാലും ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യും, ദൈവത്തിന്റെ പദ്ധതി ചെയ്യും. ദൈവഹിതം ഈ ഭൂമിയിൽ നിവർത്തിക്കുമെന്ന് തന്റെ ഇടത്തോടെ അഭിഷേകത്തോടെ പറയുക. ഇതിനകത്ത് ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകൽ ദൈവത്തെ സ്തുതിച്ചു വിടങ്ങട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കമ്പാരിസണുകൾ പൊളിയണം, താരതമ്യങ്ങൾ പൊളിയണം, നിന്റെ ബുദ്ധി കൊണ്ട് കെട്ടിയതെല്ലാം പൊളിയണം. യാക്കോബ് ഭക്തനായിരുന്നു, ശക്തനായിരുന്നു. പക്ഷെ അവൻ്റെ ശുശ്രൂഷ തീർന്നപ്പോൾ അവൻ മടങ്ങിപ്പോയി. മരണത്തിനൊരു കാരണമേ ഒന്നുള്ളൂ. പക്ഷെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ പറയാം, പത്രോസേ, യാക്കോബ് തീർന്നെടുത്ത് നിന്റെ ശുശ്രൂഷ തീരില്ല. ഓ രാമനാഥരകൽക്കബ, യാക്കോബ് തീർന്നെടുത്ത് തീരാനല്ല ദൈവം വിളിച്ചത്. യോഹന്നാന്റെ ലേഖനത്തിൽ സുവിശേഷത്തിനകത്ത് ഒരു പദമുണ്ട്. പത്രോസിനോട് ദൈവം ഡയറക്റ്റായി പറയുന്നൊരു ദൂതുണ്ട്. പത്രോസേ, നീ വാർദ്ധക്യം ചെന്നു മാത്രമേ മരണപ്പെടത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മരണം ഞാൻ നിർണയിച്ചു കഴിഞ്ഞതാ. അതാരൊക്കെ ആരെല്ലാം എതിരായിരുന്നാലോ നീ വാർദ്ധക്യം വെച്ചാതെ ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല. ഇന്ന് പകൽ ദൈവം പറഞ്ഞ വാക്തത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതേ നിന്റെ സാഹചര്യത്തിലാണോ വിശ്വസിക്കുന്നേ? നിന്റെ സാഹചര്യത്തിലാണോ ദൈവത്തിൻ്റെ വാക്കിലാണോ വിശ്വസിക്കുന്നേ? നിന്റെ കൂടാരത്തിൻ്റെ അവസ്ഥയിലാണോ ദൈവത്തിൻ്റെ വാക്കിലാണോ വിശ്വസിക്കുന്നേ? പ്രിയരെ, വചനം പറയുന്നു, സാറ 89 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രായം ചെന്നു. നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞ ഈ ഭൂമിയുടെ യാത്ര തിരിക്കാനുള്ള സമയമായി. 89ാമത്തെ വയസ്സിൽ തലമുടിയെല്ലാം നരച്ച് ശരീരം മുഴുവനും ബലഹീനമായി അങ്ങ് വിദൂരതയിൽ നോക്കി അബ്രഹാം 99 വയസ്സ്. എല്ലാം ശൂന്യമാണ്, ഒരു സാധ്യതയില്ല. ലോകം പറയൂ, ഇവരിൽ നിന്ന് ഇനി ഒരു വാഗ്ദത്തം പുറത്തു വരത്തില്ല. ദൈവത്തിന്റെ ദൂതൻ 89ാമത്തെ വയസ്സിൽ സാറയോട് പറഞ്ഞു, സാറേ, അടുത്ത ആണ്ട് ഇതേ സമയമാകുമ്പോ ഞാൻ നിന്റെ ഉദരത്തിൽ ഒരു തലമുറയെ തരും. വചനം പറയുന്നു, സാറ ചിരിച്ചു. സാറയ്ക്കറിയാം, എത്ര വലിയ ദൂതം പറഞ്ഞാലും എൻ്റെ ശരീരം ബലഹീന, എൻ്റെ കണ്ണു മങ്ങി തുടങ്ങി, എൻ്റെ തല നരച്ചു തുടങ്ങി, എൻ്റെ കൈകാലുകൾ ക്ഷീണിച്ചു തുടങ്ങി, എൻ്റെ ഗർഭപാത്രത്തിൻ്റെ ശക്തി കുറഞ്ഞു. ഇനി അതിനകത്തൊന്നും ഒരു വാഗ്ദത്തമില്ല. മറുകരയിൽ നോക്കിയേ, അബ്രഹാം ജീവിതകാലം മുഴുവനും പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ 25 വർഷം കാത്തിരുന്നിട്ടും എവിടെയൊക്കെ മടുപ്പ് സംഭവിച്ചു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സാറമാരാരെങ്കിലും ഉണ്ടോ? എന്നെ കേൾക്കുന്ന അബ്രഹാമാരോ ആരെങ്കിലും ഉണ്ടോ? ഈ പകൽ ദൈവം വ്യക്തമായി പറയുക, ദൈവം പറഞ്ഞത് നടന്നിരിക്കും. നിന്റെ സാഹചര്യമല്ല, നിന്റെ സ്ഥിതിയല്ല, നിന്റെ അവസ്ഥയല്ല, നിന്റെ ആരോഗ്യം വിഷയമല്ല, നിന്റെ പണം വിഷയമല്ല, നിന്റെ ആരോഗ്യത്തിൻ്റെ ശക്തി വിഷയമല്ല. ഈ പകൽക്കാലം ദൈവം പറഞ്ഞ വാക്ക് നീ വിശ്വസിച്ച ഈ തലമുറയിലും അവൻ നിവർത്തിക്ക. അവൻ ശക്തനാണ് കേട്ടോ. ഈ പകൽ അസാധ്യങ്ങൾ ചിലത് സാധ്യമായി മാറും. മനുഷ്യനെ നോക്കല്ലേ, ദൈവമാണോ വാക്കു പറഞ്ഞത് അത് ദൈവർത്തിക്ക തന്നെ.
ചില കൂടാരങ്ങൾക്ക് ദൈവശക്തി വെളിപ്പെടുകയാ. ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തിയുടെ കര ഈ പകൽക്കാലം വെളിപ്പെടുകയാ. ഇത് പ്രസംഗിക്കുമ്പോൾ ചില കൂടാരങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ശക്തിയേറിയ സാന്നിധ്യം വെളിപ്പെടുകയാ. വർഷങ്ങളായി ഒതുക്കിക്കെട്ടി ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ പൊട്ടിച്ചു മാറ്റി ചില വാഗ്ദത്ത നിവർത്തിയുടെ ശബ്ദങ്ങൾ ദൈവാത്മാവ് ചില കൂടാരങ്ങൾക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരികയാ. ആരോടും അറിയില്ല. ദൈവാത്മാവ് എന്നോട് പറയുന്നു, വിശ്വസിക്ക്. ഞാനാണോ വാക്ക് പറഞ്ഞത് ഞാനാണോ? അതിനു വേണ്ടിയുള്ള വഴി ഞാൻ ഒരുക്കിയിട്ടാ നിന്നോട് പറഞ്ഞത്. ഒരുക്കാൻ പോകുന്നു എന്നല്ല പറഞ്ഞത്, ഒരുക്കി കഴിഞ്ഞിട്ടാ ഞാൻ നിനക്ക് വേണ്ടി നിന്നോട് വാഗ്ദത്തം പറഞ്ഞത്. വഴി ഒരുക്കിയിട്ടാ കുഞ്ഞ്, വഴി ഒരുക്കിയിട്ടാ കൂടപ്പിറപ്പ്, വഴി ഒരുക്കിയിട്ടാ ദൈവ പൈതലേ, ദൈവം എന്നോട് വാക്ക് പറയുന്നവ. പത്രോസേ, നീ വാർദ്ധക്യം ചെന്ന് മരിക്കുമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതനെ ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. എത്ര വലിയ കാരാഗ്രഹം പണിതാലും നീ കാരാഗ്രഹത്തിനകത്താകുന്നതിന് മുമ്പ്, നിന്നോട് വാഗ്ദത്തം പറയുന്നതിന് മുമ്പ് അതിന്റെ മറുപടി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. പിടിക്കാൻ തന്റെ ഇടമുണ്ടെങ്കിൽ ആത്മമറവിൽ ഈ ദൂത് പിടിക്കുക. പൊട്ടനെ പോലെ ചലിക്ക്. ഈ പകൽക്കാല് നിന്റെ ബുദ്ധി ഈ പകൽക്കാല് ദൈവസന്നിധി വച്ചിട്ട് ദൈവഹിതത്തിന് അർത്ഥലഘടകെ റീബരവൈഡ ശാരാധേരെ. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാ, ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കാൻ നീ വഴി വെട്ടണ്ട. വഴി വെട്ടാൻ പോയാൽ നീ തളരും, നീ മടുക്കും, നീ ക്ഷീണിക്കും, നീ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയും, നീ സാറയെ പോലെ ചിരിക്കും. ഇങ്ങേർക്ക് വേറെ പരിപാടിയൊന്നുമില്ല. കുറെ ഓടിയതാ, കുറെ അധ്വാനിച്ചതാ. ഈ പകൽക്കാലം അവൻ ഉയർത്താൻ തയ്യാറാ. അവന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കാൻ തന്റെ ഇടമുണ്ടോ? ഈ പകൽക്കാല സമർപ്പണമുണ്ടോ? ആരുടെയൊക്കെ ശിരസിന്റെ മേലെ കരം വന്ന് വീഴുക കേട്ടോ. ചുമ്മാ കൈയടിച്ചു പോകാൻ ഒരു ദൂതല്ല പറയുന്നേ. അക്ഷരീരമായ ദൈവ സാന്നിധ്യം ഇതിനകത്ത് എഴുന്നള്ളി നിൽക്കുക. ദൈവാത്മാവനോട് പറയുന്നു, അടുത്തയാണ്ട് ഇതേ സമയമാകുമ്പോ ദൈവമകത്ത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണോ. അടുത്തയാണ്ട് ഇതേ സമയമാകുമ്പോ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത മകത്ത് നീ കണ്ണുകൊണ്ട് കാണോ. Are you ready to receive? Ribarhaidavara Shabaradalagadaga Arkoramanadalagadaga Sharamanaragalkava. അവനോട് വ്യക്തമായി ചിലരോട് പ്രവചിക്കാൻ പറയുന്നു. ദൈവം പറഞ്ഞതാണോ കുഞ്ഞെ? അത് നടന്നിരിക്കും. ദൈവം പറഞ്ഞതാണോ? നിന്റെ പ്രതിസന്ധികൾക്കകത്തും ദൈവിക വാഗ്ദത്തം പുറത്തു വരും. ഒരു സാധ്യതയും കാണില്ല. അന്ന് നീ പറയും, ഇത് ദൈവത്താൽ സംഭവിച്ചു, എന്നെ കൊണ്ട് കഴിയാത്ത കാര്യം ദൈവം ചെയ്തു. ആരോടെന്നറിയില്ല. 2 വ്യക്തികളോട്, ഈ ഹോളിനകത്തിരിക്കുന്ന 2 വ്യക്തികളോട് ദൈവാത്മാവ് പ്രവചിക്കുക. വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ഒരുങ്ങിക്കോ. ഇതുവരെ കണ്ണുകൊണ്ട് കാണാത്തത്, ചെവി കൊണ്ട് കേൾക്കാത്തത്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്തത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഈ പകൽ വിശ്വസിക്കുക. നീ കേട്ട ദൈവശബ്ദം സംഭവിക്കുക തന്നെ ചെയ്യും. ആരെല്ലാം തകർന്നാലും, എവിടെയൊക്കെ ഒറ്റപ്പെട്ടാലും, എവിടെയൊക്കെ ക്ഷീണിച്ചു പോയാലും എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും കേട്ടോ. കരമുയർത്തി ദൈവത്തിനോട് ആമേൻ കൊടുത്താട്ടെ. ഹല്ലേലൂയ.
പ്രിയരെ, ഇവിടെ പത്രോസ് കേട്ട വാഗ്ദത്തം, നീ മരിക്കില്ല, നീ മരിക്കില്ല. കൂടെയുള്ളവൻ തകർന്നു വീഴുക. ആർക്കാ സഹിക്കാൻ കഴിയുന്നത്? നമ്മുടെയൊക്കെ മലയാളം ഭാഷയിൽ പറഞ്ഞാൽ, ഒരു പായിൽ കിടന്നുറങ്ങി, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ച്, ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച്, ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച്, ഒരുമിച്ച് ദൈവത്തിൻ്റെ ഫെലോഷിപ്പ് കൊയിനോനിയ ആചരിച്ച്, ഒരുമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന ഭക്തൻ്റെ കൂടെ നിന്ന മനുഷ്യൻ ഹെരോദാവോ വാൾ കൊണ്ടറുത്ത് വീഴുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, പത്രോസിനെ ഹെരോദാവ് പിടിച്ചു. ഞാൻ ആത്മാവിൽ പറയാം, ചില ശത്രുവിൻ്റെ പദ്ധതികൾ നിന്നെ ലക്ഷ്യമാക്കി വരും. ഹലോ, വചനം പറയുന്നു, ശത്രുക്കൾ ഉണ്ടാക്കുന്ന ആയുധം ഒന്നും ഫലിക്കയില്ല. ആയുധമില്ലെന്നല്ല, ആയുധമുണ്ടാക്കുന്ന പണിശാലയില്ലെന്നല്ല, അവരുണ്ടാക്കും. അവരെയും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഫലിക്കത്തില്ല, ഇതൊന്നും ഫലിക്കില്ല. ഒരു മന്ത്രവാദി ചെയ്യുന്നത് ഫലിക്കില്ല, ഒരാഭിചാരകൻ ചെയ്യുന്നത് ഫലിക്കില്ല. ആരെല്ലാം നിനക്കെതിരെ പദ്ധതിയിട്ടാലും അതൊന്നും ഫലിക്കില്ല. കാരണം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിനെ പിടിച്ചു. ഞാനിങ്ങനെ പറയാം, പെസഹ കഴിഞ്ഞിട്ട് മഹാപുരോഹിതന്മാരുടെയും ജനത്തിൻ്റെ മുൻപിൽ വെച്ച് പത്രോസിനെ തകർത്ത് കളയാനാ പദ്ധതി. പെസഹ കഴിയുന്നത് വരെ കാരാഗൃഹത്തിലാക്കണം. പ്രിയരെ, ഇത് കേട്ടപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന സഭ ഉള്ളത് കൊണ്ടൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. എത്ര പേർക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു സഭ കൂടെ ഇല്ലെന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ വിളിക്കാൻ ശ്രമിക്കും, പക്ഷേ പലപ്പോഴും എനിക്ക് എടുക്കാൻ കഴിയാറില്ല. കാനഡയിൽ നിന്നൊരു ഫാമിലി എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കും. അവരെന്നോട് പറയുന്ന മറുപടി ഇങ്ങനെയാ, പാസ്റ്റേ, ഞങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരു സഭ പോലും ഇല്ല. ഹലോ, ഒരു ദൈവദാസൻ ഇല്ല. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന സഭ ഉള്ളതാ നമ്മുടെ വിജയം. അമ്മ, ഞാൻ എവിടെ ചെന്ന് നിന്നാലും പറയും, എൻ്റെ പിന്നിൽ കരയുന്നൊരു കൂട്ടമുള്ളത് കൊണ്ടാണ് ഈ ശുശ്രൂഷ ഇത്രയും വിശാലമാകുന്നത്. ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവിക പ്രൊവിഷനുകൾ തുറന്നു വരുന്നത് എനിക്ക് വേണ്ടിയും എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും കരയാൻ ഒരു സഭയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾക്കും ധൈര്യത്തോടെ പറയാൻ കഴിയും, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയം സഭ പരിഹരിക്കും. മനസ്സിലായില്ല? ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയം ഒരു രാഷ്ട്രീയങ്ങൾക്കും ഒരു നേതാക്കന്മാർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയം സഭ പരിഹരിക്കും. സഭ പരിഹരിച്ചതാ പ്രിയരെ പെന്തക്കോസ്. അതിനെയാണ് പെന്തക്കോസ് കൂട്ടായ്മ എന്ന് വിളിച്ചത്. കാരണമെന്ത്? സഭ എങ്ങനെയാ പരിഹരിച്ചത്? ആയുധം കൊണ്ടല്ല സഭ പരിഹരിച്ചത്. കൈയുടെ പുഷ്ടി കൊണ്ടല്ല, ആയുധബലങ്ങൾ കൊണ്ടല്ല സഭ വിഷയങ്ങളെ കൈകാര്യം ചെയ്തത്. സഭയ്ക്ക് സഭയിൽ വെളിപ്പെടുന്ന പ്രതിസന്ധികൾ സഭ അറിയുമ്പോൾ എന്ത് ചെയ്തു? സഭ ശ്രദ്ധയോട് പ്രാർത്ഥനാ മുറിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം സഭയുടെ ആയുധം എന്തെന്ന് ചോദിച്ചാൽ അത് വേറൊന്നുമല്ല, അത് പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന സഭ എവിടെയുണ്ടോ അവിടെ ദൈവജനത്തിന് വിജയമുണ്ട്. ഈ പകൽ ഞാൻ ആത്മാവിൽ തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയാം, ഇരുട്ടിന്റെ ശക്തികളെ തകർക്കാൻ അഭിഷേകമുള്ള പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് അധികാരമുണ്ട്.
ഞാൻ കൊതിക്കുന്നു അതുപോലെ ദൈവം സഭയുടെ ബ്രാഞ്ചുകൾ ഫ്ലറിഷ് ചെയ്യട്ടെ. പുതിയ പുതിയ സഭകൾ, കൂടിവരവുകൾ, തുടങ്ങാനുള്ള സാമ്പത്തിക നന്മകൾ വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അങ്ങനെ ഒരു വെളിപ്പാട് ദൈവാത്മാവ് തരുന്നത് കൊണ്ട് ഈ ദൂതിലൂടെ അത് ഞാൻ കൈമാറിപ്പോകുന്നത്. സാത്താനി അടിമത്തിൽ കിടക്കുന്ന ചിലവിന് ബെമ്പനമയച്ചു പുറത്തു കൊണ്ടുവരാ. ചില പ്രാർത്ഥിക്കുന്ന സഭകൾ ആത്മാവിൽ ഞങ്ങൾ ഇന്നു പകൽ അടിസ്ഥാനമിട്ട് പ്രാർത്ഥിക്കുക. സഭ എന്ത് ചെയ്തു? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കണം? അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തിട്ട് പറ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. അമ്മേ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഒരു വിഷയത്തെ വച്ച് ആ ആത്മാവിൽ അതിൻ്റെ മറുപടിയെ ഏറ്റെടുക്കുന്നതാണ് ദൈവസഭ. ഹല്ലേലൂയ. ദൈവസഭയുടെ മുമ്പിൽ ദൈവിക പ്രൊവിഷനുകൾ ദൈവം തുറന്നു വയ്ക്കും. ലിമിറ്റുകളില്ലാതെ ദൈവസഭയ്ക്ക് ചിലവിനെ ആത്മാവിൽ പിടിച്ചെടുക്കാൻ കഴിയും. അമ്മേ ഇന്ന് പകൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഈ പട്ടണത്തിനകത്ത് ദൈവസഭ വളരട്ടെ. പരാജയപ്പെട്ടു പോയ ചിലർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ആത്മാവിൽ പിടിച്ചെടുക്കാൻ തൻ്റെ ഇടമുള്ള ദൈവസഭ ഇതിനകത്തുനിന്ന് ഉയർന്നു വരട്ടെ. ഹല്ലേലൂയ. വേഗത്തിൽ പോട്ടെ, എൻ്റെ മുമ്പിൽ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. സഭ നമുക്കറിയാവുന്ന വാക്യമാണ്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. എന്തിനോ ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കരുത്, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഏകാഗ്രത ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത്. ചുമ്മാ ജൽപ്പനം കൊണ്ടോ വാക്കുകളുടെ അതിപ്രസരം കൊണ്ടോ വെളിപ്പെടുന്നതല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. ഹൃദയം നുറുക്കത്തോടെ, ഒരു മനത്തോടെ ഒരു വിഷയത്തെ സഭ ഡീൽ ചെയ്യാൻ എഴുന്നേറ്റാൽ ഒരു ഹെരോദാവിനും അതിനെ പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ദൈവസഭ പട്ടണത്തിൻ്റെ നടുവിൽ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ജാതീയ ശക്തികൾക്കോ കുടുംബങ്ങളെയോ തലമുറകളെയോ പിടിച്ചു വയ്ക്കാൻ കഴിയാതെ ദൈവസഭ ഈ പട്ടണത്തെ അധികാരത്തോടെ പിടിച്ചടക്കുന്ന നാളുകൾ വിദൂരമല്ലെന്ന് ആത്മാവിൽ വിശ്വസിച്ച് ഈ പകൽ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഈ പകൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. കരമടിക്കുമെങ്കിൽ മമ്മ, അന്യഭാഷ പറയുമെങ്കിൽ മമ്മ, ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ മമ്മ. പ്രിയരെ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാനിരുന്നു. വചനം പറയുന്നു, കാരാഗ്രഹത്തിനകത്ത് പത്രോസിനെ ഹെരോദാവ് അടച്ചു. എങ്ങനെ അടച്ചു? കൈകാലുകൾ ബന്ധിച്ച് 16 പടയാളികളെ വിവിധ സ്ഥലങ്ങളിൽ കാവൽ നിർത്തി. അവൻ കിടന്നുറങ്ങുന്ന കാരാഗ്രഹത്തിൻ്റെ വാതിക്കലും 2 സേവകരെ കാവൽ നിർത്തി. നോക്കിയേ, പത്രോസിനെ കൊണ്ട് കാരാഗ്രഹത്തിനകത്തിട്ടു. നിങ്ങൾ ആ വചനം വായിച്ചാൽ ഇത്രയും ആ മനുഷ്യൻ്റെ മനസ്സിനകത്ത് സമാധാനത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ ചോദ്യം, പോലീസ് സ്റ്റേഷനിൽ ഒന്ന് നിങ്ങളെ വിളിപ്പിച്ചാൽ നിങ്ങളുടെ ഉള്ളതിൻ്റെ പകുതി സമാധാനം പോകും. ICU വാർഡിനകത്ത് ഒന്ന് കയറിയാൽ സമാധാനം പോയിട്ട് ഉള്ളതിൻ്റെ പകുതി ജീവനും പോവും. ഇനി എങ്ങനെ പുറത്തു വരും? ഏത് രീതി വരും? അയ്യോ, ജീവനോടെ വരുവോ? എൻ്റെ മക്കളെ കാണാൻ കഴിയുമോ? 100 ചിന്തകൾ, 100 ആകുലതകൾ.
ദാണ്ട ഇവിടെ 16 പടയാളികൾ 3 വാതിക്കൽ കാവൽ നിന്നിട്ട് കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്തൊരുവനെ അടയ്ക്കുമ്പോൾ വചനം പറയുന്നു, സഭ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ പത്രോസ് കാരാഗ്രഹത്തിനകത്ത് ഉറങ്ങുകയായിരുന്നു. സഭയ്ക്കകത്തിരുന്ന് ഉറങ്ങുന്ന കാര്യമല്ല പറഞ്ഞേ, സഭയ്ക്കകത്ത് ആരാധന നടക്കുമ്പോൾ ഉറങ്ങുന്ന കാര്യമല്ല പറഞ്ഞേ. വചനം പറയുന്നു, സഭ പ്രാർത്ഥിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ കാരാഗ്രഹത്തിനകത്ത് പത്രോസ് ഉറങ്ങുകയായിരുന്നു. എന്റെ ചോദ്യം, നാളെ മരിക്കുമെന്ന് ഉറപ്പിച്ച് യാക്കോബിനെ കൊന്ന വാള് വെട്ടി തകർത്ത അതേ ആയുധം പത്രോസിന് വേണ്ടിയും ഹെരോദാവ് ഒരുക്കുന്നെന്നറിഞ്ഞിട്ടും പത്രോസേ ദൈവദാസന് എങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു? ആ മനുഷ്യൻ പറയുന്നൊരു മറുപടി ഉണ്ട്, ദൈവദാസനെ, ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ പേര് സമാധാനത്തിൻ്റെ പ്രഭു എന്നാണ്. പ്രിയരെ, എല്ലാം ഉണ്ടായിട്ടും സമാധാനമില്ലാത്ത എത്രയോ വീടുകൾ, എല്ലാ നന്മയുണ്ടായിട്ടും സമാധാനമില്ലാത്ത എത്രയോ വീടുകൾ. രാത്രിയുടെ യാമങ്ങളിലൊക്കെ എത്രയോ കോളുകൾ, മെസ്സേജുകൾ കേട്ടിട്ട് വിളിച്ചു പറയുന്ന പലരും പറയാറുണ്ട്, പാസ്റ്റേ, സന്തോഷത്തോടെ ഉണ്ടാക്കി വച്ച ഭക്ഷണം വാരിക്കടിക്കാൻ ഒരു സമാധാനം എൻ്റെ കൂടാരത്തിനകത്തില്ല. ഇന്നും നമ്മുടെ മറ്റൊരു സഭയിൽ പ്രസംഗിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ നിന്നപ്പോ ഒരു മാതാവ് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുക, പാസ്റ്റേ, ഞാൻ എന്തിനാ പാസ്റ്റേ ജീവിക്കുന്നത്? എൻ്റെ കൂടാരത്തിനകത്തൊരു സമാധാനം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രിയരെ, എല്ലാം ഉണ്ടായവർക്ക് സമാധാനമില്ല. ലക്ഷങ്ങളും കോടിക്കണക്കിന് രൂപ ഓരോ മാസ സാലറി വാങ്ങുന്നവർക്ക് സമാധാനമില്ല. ഒരിക്കൽ സൗദി അറേബ്യയിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരു മാതാവ് ഏകദേശം ഇന്ത്യൻ ടൈം 12-12:30 ആകുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുക, പാസ്റ്റേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ നിങ്ങളുടെ മെസ്സേജ് കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ഞാൻ ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, അവൾ ഇന്ന് ആത്മഹത്യ ചെയ്യാനിരിക്കുക. എന്തിനു വേണ്ടി? ആത്മഹത്യ ചെയ്യാനിരിക്കുക. ദൈവം പറഞ്ഞു, ദൈവം തന്ന ജീവൻ എടുക്കാൻ നിനക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവദാസി പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, പാസ്റ്റേ, ഞാൻ ഇന്ന് നിങ്ങളെ വിളിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാൻ എൻ്റെ വീട്ടിനകത്ത് സമാധാനമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഫ്രഷ് റൂമിനകത്ത് കയറി നിന്ന് പൈപ്പിൽ വെള്ളം തുറന്നു വിട്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചാലെങ്കിലും എന്നെ ഒന്ന് സമാധാനം ലഭിക്കുമെന്ന് കരുതി വിളിച്ചതാ. പാസ്റ്റർക്കറിയോ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാത്രി ഒരു കുപ്പി വിഷത്തിന് എൻ്റെ ജീവിതം തീർത്ത് കളയാൻ ഞാൻ എല്ലാം ഒരുക്കി വെച്ചിട്ട് കാത്തിരിക്കുക. ഞാൻ ചോദിച്ചു, ദൈവദാസി, എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുത്ത്? അപ്പം എന്നോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, പാസ്റ്റേ, എനിക്കൊരു മാസം 8.5 ലക്ഷം രൂപ സാലറി ഉണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ഒരു മാസം 10.25 ലക്ഷം രൂപ സൗദിയിൽ സാലറി ഉണ്ട്. UK ജീവിച്ചിരുന്നു ഞങ്ങൾ. അതിനേക്കാളും സാലറി സൗദി അറേബ്യ കിട്ടുമെന്ന് കരുതി ഞാനിവിടെ വന്നു. ഞങ്ങളിവിടെ ജീവിച്ചു. പക്ഷെ പൈസ ഉണ്ടെന്നല്ലാതെ ബാംഗ്ലൂർ 2-3 ഫ്ലാറ്റുകളുണ്ട്. ഈ നന്മകളുണ്ടെന്നല്ലാതെ ഒരു സമാധാനം ഇന്ന് വരെ എൻ്റെ ജീവിതത്തെ അനുഭവിച്ചിട്ടില്ല. രാത്രി ഉറങ്ങിയ രാത്രികൾ എത്രയോ രാത്രികളായി. എനിക്കൊരു സമാധാനമില്ല. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് കരുതിയിരിക്കുമ്പോൾ ഇവിടെ കണ്ടോ, കാരാഗ്രഹത്തിനകത്ത് 16 ചേവകർ അവനെതിരെ കാരാഗ്രഹത്തിനകത്ത് കാവൽ നിൽക്കുമ്പോൾ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി കാരാഗ്രഹത്തിനകത്ത് എടുത്തെറിയപ്പെട്ടവനോ വചനം പറയുന്നു,
പത്രോസ് ഉറങ്ങുകയായിരുന്നു. അതാണ് പ്രിയരെ ക്രിസ്തീയ ജീവിതം. പ്രതിസന്ധികളില്ലെന്നല്ല, പ്രതികൂലങ്ങളില്ലെന്നല്ല, പട്ടുമെത്തയല്ലെന്ന് ഭക്തൻ പാടിയ അനുഭവങ്ങൾ. പട്ടുമെത്തയുടെ അനുഭവം വന്നില്ലെങ്കിലോ, പ്രതിസന്ധിയുടെ നടുവിലോ നിന്റെ ജീവിതത്തിനകത്തുള്ള സമാധാന പ്രഭു അനുദിനം സമാധാനത്തോട് നിന്നെ നടത്തുന്ന അവൻ്റെ വഴികളെ ഓർത്ത് സ്തുതിക്കാൻ കഴിയുമെങ്കിൽ കരമടിച്ചോ കരമുയർത്തിയോ ആ ദൈവത്തിന് ആമേൻ കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നഷ്ടപ്പെട്ടു പോയാൽ വീട്ടിനകത്ത് പോലും കയറാൻ കഴിയില്ല. എത്ര നന്മയുണ്ടെങ്കിലും വീട്ടിനകത്ത് കയറാൻ കഴിയില്ല. എത്ര അനുഗ്രഹമുണ്ടെങ്കിലും വീട്ടിനകത്ത് പോലും ജീവിക്കാൻ കഴിയില്ല. ഇവിടെ കാരാഗ്രഹത്തിനകത്ത് ഒരുവൻ കിടക്കുക. പത്രോസിനെ തട്ടിച്ചോദിച്ചേ, ദൈവദാസനെ എങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു? എങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു? മരണത്തിൻ്റെ വാൾ വെളിപ്പെട്ടു നിൽക്കുമ്പോൾ, ഹെരോദാവിൻ്റെ കരം പ്രതികൂലമായി നിൽക്കുമ്പോൾ എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നെന്ന് ചോദിച്ചാൽ പത്രോസ് ചാടി എഴുന്നേറ്റ് പറയും, ദൈവദാസനെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയത്തില്ലെങ്കിലും എനിക്കുറങ്ങാൻ കഴിയും. കാരണം ഞാൻ അവന്റെ ശബ്ദം കേട്ടവനാണ്. ആ ഹെരോദാവല്ല എൻ്റെ ആയുസ് നിർണയിക്കുന്നത്. എനിക്ക് ദീർഘായുസ് തരാമെന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട്. ആ ദൈവം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും കേട്ടോ. എത്ര ഹെരോദാവിൻ്റെ വാൾ ഉയർന്നാലും, എത്ര ഹെരോദാവിൻ്റെ പദ്ധതി ഉയർന്നാലും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്ത. അവൻ വാക്ക് പറഞ്ഞ് മാറുന്നവനല്ല. ഈ പകൽ എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? മരണത്തിന്റെ വാൾ മുന്നിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കാൻ കഴിയുമവ. പത്രോസ് പറയുന്നത് കേട്ടോ, മരണത്തിന്റെ വാൾ മുന്നിൽ നിൽക്കുക, പക്ഷെ ഞാൻ ഉറങ്ങും. കാരണം പ്രതിസന്ധിയേക്കാൾ വലുതാ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം. ഈ പകൽ തൻ്റെ ഇടമുണ്ടോ? എത്ര വലിയ പ്രതിസന്ധികൾ ഏറിയാലും ഭക്തനെ പറ്റി വചനം പറയുന്നു, നീ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഇന്ന് പകൽക്കാലം പത്രോസ് കിടന്നുറങ്ങുമ്പോൾ അവനൊരു ധൈര്യം, വാക്കു പറഞ്ഞവൻ മാറില്ല. ഇതിനകത്ത് വന്നിരിക്കുമ്പോഴും ലൈവിലൂടെ സന്ദേശം കേൾക്കുമ്പോഴും ഏതോ കൂടാരത്തിനകത്ത് ഈ സന്ദേശം എത്തുമ്പോഴും ഇന്നും ജീവിക്കാനുള്ള ധൈര്യം, ഇന്നും സമാധാനത്തോടുള്ള ഇരിക്കാനുള്ള ധൈര്യം ഈ ദൈവം കൈവിടത്തില്ലെന്നല്ലേ? ആ ഉറപ്പല്ലേ ഏതു മരണനിഴലിൻ്റെ താഴ്വരയിലും ഈ സ്വർഗം കൈവിടത്തില്ലെന്ന് ഉറപ്പല്ലേ നമ്മെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്? അങ്ങനെ നീ വിശ്വസിച്ച് ദൈവത്തെ മുറുകെ പിടിച്ച ഈ പകലൊരു ദൂത് ഞാൻ കൈമാറാ. കാരാഗ്രഹത്തിനകത്ത് പത്രോസ് ഉറങ്ങുമ്പോ, സഭ പ്രാർത്ഥിക്കുമ്പോ ഉറങ്ങാതെ ദൈവത്തിന്റെ ദൂത് കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങിയെങ്കിൽ ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ ഇറങ്ങേണ്ടടുത്ത് ദൈവത്തിന്റെ ദൂതന്റെ കരോ ഈ പകൽ ഇറങ്ങു. തൊടേണ്ട മണ്ഡലങ്ങളുടെ മേൽ ദൈവത്തിന്റെ ദൂത് ഈ പകൽ തൊടു. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ ഈ പകൽ ദൈവത്തെ സ്തുതിച്ചോണങ്ങട്ടെ. ഇവിടെ ആരാധിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറം, പട്ടണങ്ങൾക്കപ്പുറം, രാജ്യങ്ങൾക്കപ്പുറം ചില പിന്നെ ദൈവ ദൂതനിറങ്ങി തൊടുക. നിന്റെ വിടുതൽ എവിടെ ഇരിക്കുന്നു? വിടുതൽ എവിടെ ഇരിക്കുന്നു? ഈ വചന ചുമ്മാ പ്രസംഗിച്ചതല്ല. ഈ വചനത്തിന്റെ ആഴം ഇതിനകത്ത് വെളിപ്പെട്ടു നിൽക്കുക. ചുമ്മാ കൈയടിക്കരുത്. ഈ പകൽ ദൈവത്തിന്റെ വിടുതൽ നീ പ്രാപിച്ചേ പോകാവൂ. ഇവിടെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ദൂതനിറങ്ങ. ശാരാബാല വൈഡവരം ധുര വൈഡവരം ധര വൈഡവരം ധ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി നിന്നെ തകർക്കുമെന്ന് മുച്ചൂടും മുടിച്ചു കളയുമെന്ന് പറഞ്ഞ ഓ റീമാനകടകരാരകൽക്കവ ചില കാരാഗ്രഹങ്ങളെ പൊളിക്കുക. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങുക. ചില കെട്ടുകളെ അടിക്കുക. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങുക. ഇവിടെ ഈ വചനം പ്രസംഗിക്കുമ്പോൾ അറിയില്ല കേട്ടോ, വലിയ ദൈവത്തിൻ്റെ ചലനങ്ങൾ സംഭവിക്കുന്നു. ചില കൂടാരങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം.
ശാരാബാല വൈഡാബാല ധൂരബലച്ചര വൈഡബരംദ അർത്ഥര വൈഡബരംദര വൈക്ഷബരംദര ഘടകപരാജല ഘടക ഓ ഷാറൈക്കെ മേനെ ധൂരിബാല ശീരബലത്തുര വൈഡബരംദര വൈഡബരഗബേരീബര വക്ഷബരഗദാരീബര അത്തുര വൈഡബരംദര വൈഡബരംദാരാബ റീഖമാന ധൂരംവാര ഹക്ഷേരീഖ ദൈവിക ദൂതൻ ഇറങ്ങുന്നു, ദൈവിക ദൂതൻ ഇറങ്ങുന്നു. അക്ഷരീരമായി ദൈവാത്മാവിനെ കാണിക്കുക. ചില കൂടാരങ്ങൾക്കകത്ത് ദൈവിക ദൂതൻ ഇറങ്ങുന്നു. ദൈവിക വാഗ്ദത്തങ്ങൾ ചിലത് പുറത്തു വരികയാ, ചില ദൈവിക നന്മകൾ പുറത്തു വരികയാ. വർഷങ്ങൾ പഴക്കമുള്ള ചില കെട്ടുകളെ പൊട്ടിച്ചു മാറ്റി ദൈവത്തിന്റെ ദൂതൻ ദൈവാത്മാവിനോട് പറയുന്നു, ഈ പകൽ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറം നിന്റെ വിടുതൽ എവിടെ കിടക്കുന്നു, നീ പ്രാർത്ഥിച്ച വിഷയം എവിടെ കിടക്കുന്നു, അവിടെ ദൂതൻ ഇറങ്ങും. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ദൈവാത്മ പറയുന്നു, നിന്റെ ഹൃദയത്തെ അലട്ടുന്ന വിഷയത്തെ എൻ്റെ സ്വർഗം കൈകാര്യം ചെയ്യാൻ ഈ നിമിഷം ദൂതൻ ഇറക്കും. ഈ നിമിഷം ഇറങ്ങും. നാളെയല്ല, മറ്റന്നയല്ല, ഈ നിമിഷം ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങുകയാ. ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവിക കുടുംബങ്ങൾക്ക് വേണ്ടി. ഓ റിമാനധരകൾ ഖബ, അസാധാരണമായ ഒരു സാന്നിധ്യം. ഓ റിമാനധരകൾ ഖമ, ദൈവം തുറക്കുന്നു കേട്ടോ. നന്മകൾ തുറക്കുന്നു. ആകാശത്തിന്റെ കിളിവാതിലുകളെ ദൈവം തുറക്കുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഈ പകൽ ആ ദൂത് ഞാൻ സ്വീകരിക്കുന്നു. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ തിരുവനന്തപുരം പട്ടണത്തുനിന്ന് ചിലപ്പിനെ ദൈവം തൊടുകയാ. ഈ പകൽ ദൈവം എഴുന്നേൽപ്പിക്കുകയാ. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഈ ദൂത് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുത്തോ. പരിശുദ്ധാത്മാവ് സദാകാലം മനുഷ്യരോട് വാദിക്കത്തില്ല. പൊട്ടനെ പോലെ പിടിക്ക. ഇന്ന് പകൽ ദൂതനെ ആ വിടുതലേറ്റെടുക്ക. Receive your answers. Yes. Abarabari kalavidabaram duravachhabaragaberiba. Sharavala hatkamana. Sharavala gadagabara vachhava. എന്നോട് ദൈവാത്മാവ് പറയുന്നു, കാരാഗ്രഹത്തിൽ സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ദൂതനിറങ്ങി. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൂതനിറങ്ങും. ചില ഏഞ്ചലിക് വിസിറ്റേഷനുകൾ സംഭവിക്കും. ചരിത്രങ്ങളെ തിരിക്കുന്ന ദൈവിക ഇടപെടലുകൾ സംഭവിക്കും. ദൂതന്മാർ നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഇറങ്ങി നിൽക്കും. ദൂതന്മാരുടെ പ്രസൻസ് ദൈവജനം കാണും. അക്ഷരീരമായി ദൂതന്മാർ ഇറങ്ങി നിന്നു. നീ പ്രസംഗിക്കുമ്പോൾ, നീ ശുശ്രൂഷിക്കുമ്പോൾ, നീ പാടുമ്പോൾ, angelic visitation is happening now. യേശുവിന്റെ നാമത്തിൽ ഏഞ്ചലിക് പോർട്ടലുകൾ ഈ പകൽ ഓപ്പൺ ആകട്ടെ. ശരബാല ഹക്കവാര ധരധരിക്കേ സോരേക്കേ വിവര അച്ഛനോ ഇഗമ
വൈഖേരെ ചലദലഗബല ഗുരവര തവര ശിരമാന റിഖോ. ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചവർ, ദൈവവേല ഭാഗികമായെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ, വിളിയുള്ളവർ ഈ നാളുകളിൽ പ്രാർത്ഥിക്കുക. ഏഞ്ചലിക് വിസിറ്റേഷനുകൾ സംഭവിക്കും. ദൈവസഭയ്ക്കകത്ത് അങ്ങനൊരു പോർട്ടൽ ദൈവം തുറന്നിടുകയാണ്. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ, നിങ്ങൾ പാടുമ്പോൾ ദൂതന്മാർ ശുശ്രൂഷ ചെയ്യും. ദൂതന്മാർ ഇറങ്ങി ദൈവത്തിന്റെ വാക്കിനനുസരിച്ച് രോഗികളെ സൗഖ്യമാക്കും. ഓ ശക്തന്മാരായ ദൂതന്മാർ ദൈവം ഈ പകൽക്കാലം അങ്ങനെ ഈ ആലയത്തിന്റെ നടുവിൽ ദൈവം തുറന്നിടുകയാ. Oh, we receive it, Lord. We receive it, Lord. Oh, Ramala Gadaga. Sharabara. Rikhabara Barakamana. Sharabara Tudabara Chalawaida. Talavida Barakaberi Baravachabanda Sikamana Tudamana. No Tarabara Varagada Sharavara Oh Kriba അറിയില്ല. ദൈവാത്മാവ്, ഞാൻ വേറൊരു പ്രസംഗിക്കാൻ എഴുന്നേറ്റതാ. പക്ഷെ ദൈവാത്മാവ് ഈ തരത്തിൽ ഈ ദൂത് കൊണ്ടുവാ. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഏഞ്ചലിക് പോർട്ടലുകൾ ദൈവാത്മാവ് ആലയത്തിന് വേണ്ടി തുറന്നിടും. ദൂതന്മാർ ശുശ്രൂഷ ചെയ്യും. ദൂതന്മാർ നിങ്ങളുടെ വാക്കനുസരിക്കും. ഓ അക്ഷരീരമായി ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. അത്തരത്തിലുള്ള ദൈവിക ഏഞ്ചലിക് വിസിറ്റേഷനുകൾ ഈ പകൽ ദൈവാത്മാവ് ആലയത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പകൽ ആലയത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അക്ഷരീരമായ ആത്മ കണ്ണു തുറന്ന് നോക്കിയാൽ ദൈവിക ദൂതന്മാരെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ദൈവിക ദൂതന്മാരെ ആത്മാവിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോർട്ടലുകൾ ഈ പകൽ ദൈവം തുറന്നിടുകയാണ്. ഓ ശാബരബലഘടക അർത്ഥമാന ധൂരതലഘടക അത്തേരികൾ കമാനതലഘടക ശ്രീമാന ധൂരജാരഘടക. പ്രിയരെ, ദൂതനിറങ്ങിയാൽ എത്ര വലിയ കെട്ടാണേലും നീ പ്രാർത്ഥിക്കണ്ട, നീ തുറക്കണ്ട, അത് തനിയെ അഴിയും, തനിയെ അഴിയും. ആരോടൊക്കെ ദൈവാത്മാവ് ഈ പകൽ ദൂത് കൈമാറുക. ഈ പകൽ ദൂതനിറങ്ങിയാൽ എത്ര വലിയവൻ കെട്ടിയതായാലും, എത്ര വലിയ ഹേരോദാവിന്റെ കെട്ടായാലും, ഏതോ മാനുഷിക വെല്ലുവിളിയുടെ കെട്ടായാലോ, ഈ പകൽ നീ അഴിക്കാൻ പ്രാർത്ഥിക്കണ്ട, അത് തനിയെ അടിഞ്ഞു വീടും. ഓ ചിലരുടെ കയ്യിൽ നിന്ന് ചങ്ങലകൾ തനിയെ, ചിലരുടെ പാപങ്ങൾ കെട്ടിയ
ഈ പകൽ അഴിഞ്ഞു മാറട്ടെ. ശത്രു കെട്ടിയ കെട്ടുകൾ 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 ഈ പകൽ അഴിഞ്ഞു മാറും, അഴിഞ്ഞു മാറും. ഓ വിശ്വസിക്കാമോ? ദൈവസഭ പ്രാർത്ഥിച്ചാൽ ദൂതനിറങ്ങും. ദൂതനിറങ്ങിയാൽ കെട്ട് താനെ അഴിയും. ഈ പകൽ കരം ഉയർത്തിപ്പറ, ഒരു കെട്ടുമില്ല, എല്ലാം അഴിഞ്ഞു. എങ്ങനെ എങ്ങനെ? ക്രൂശിൽ ശത്രുവിൻ്റെ സകലായുധ വർക്കത്തെയും വയ്പ്പിച്ച് അവൻ്റെ തലയെ ചതച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ ആ അപ്പൻ്റെ മക്കളാ നമ്മൾ. ആ അപ്പൻ ചലിച്ചാൽ ആർക്കും കെട്ടാൻ കഴിയില്ല, ആർക്കും ബന്ധിക്കാൻ കഴിയില്ല. എൻ്റെ അപ്പൻ ബന്ധിച്ച ആർക്കും അഴിച്ചുവിടാനും കഴിയില്ല. ഓ, എൻ്റെ അപ്പൻ തുറമാ, ആർക്കും ബന്ധിക്കാൻ കഴിയില്ല. ഓ ശരബാല ശരബാല. പ്രിയരെ, എൻ്റെ മുമ്പിൽ സമയത്തിൻ്റെ പരിമിതിയുണ്ട്, വേഗത്തിൽ തിരിച്ചു പോകണം. നമ്മുടെ മറ്റൊരാലയത്തിൽ പ്രാർത്ഥനയുണ്ട്. എങ്കിലും ദൈവാത്മാവിൻ്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്നതുകൊണ്ടൊരു ദൂത് ഞാൻ പറയാം. ആർക്കും നിന്നെ കെട്ടാൻ കഴിയില്ല. കെട്ടിയതുപോലെ തോന്നിയാലും അത് അഴിഞ്ഞതാ, അത് അഴിഞ്ഞതാ, അഴിഞ്ഞതാ. എൻ്റെ അപ്പന് മാത്രമേ കെട്ടാൻ കഴിയൂ. വചനം പറയുന്നു, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആർക്കും അടിച്ചു വിടാൻ കഴിയില്ല. അവൻ്റെ മനുഷ്യൻ്റെ കെട്ടടിച്ചാൽ ആർക്കും ബന്ധിക്കാൻ കഴിയില്ല. ഈ പകൽ ദൂതനിറങ്ങിയാൽ കെട്ടുകൾ താനെ കഴിഞ്ഞു വീഴും. നിന്റെ മുൻപിൽ അടഞ്ഞ വാതിലില്ലേ? നീ നടന്നു പോയപ്പോൾ ഓരോന്നായി അടയ്ക്കുന്ന ശബ്ദം നീ കേട്ടില്ലേ? പത്രോസെ അകത്തോട്ട് കയറിയപ്പോൾ കൈകാലുകൾ ബന്ധിച്ച് നീ നടന്ന് നടന്ന് വേദനിച്ച് കയറിയപ്പോൾ ഓരോ വ്യക്തികളും വന്ന് ഓരോ വാതിലടച്ചില്ലേ? ഓരോ പടയാളികളും ഓരോ വാതിലടച്ചില്ലേ? നീ കാരാഗ്രഹത്തിനകത്ത് ഒതുങ്ങി എന്ന് പറഞ്ഞില്ലേ? അടച്ചവർ ഇനി വേണ്ട തുറക്കാൻ, അടച്ചവർ ഇനി വേണ്ട തുറക്കാൻ. അടച്ചവർ നോക്കി നിൽക്കുമ്പോൾ ദൂതൻ തുറക്കും, ദൂതൻ തുറക്കും. ഈ പകൽ അടഞ്ഞ വാതിലുകൾ ദൈവം തുറക്കും. ഓ, അടഞ്ഞ മേഖലകൾ ദൈവം തുറക്കും, അടഞ്ഞ പ്രൊവിഷനുകൾ ദൈവം തുറക്കും. ആരടച്ചു എന്നതല്ല, ഈ പകൽ തുറക്കുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് വിഷയം. ഓ, അസാധാരണമായ സാന്നിധ്യം. Receive the power of Holy Spirit. ഈ പകൽ ചിലപ്പോൾ തുറന്നു വരട്ടെ. പട്ടണത്തിന്റെ ആത്മമണ്ഡലം ഈ പകൽ തുറന്നു വരട്ടെ. ശത്രു കെട്ടി അടച്ച ദൈവജനത്തെ വിടാതെ ദൈവിക തലമുറകളെ ഒതുക്കി പാപത്തിനും മ്ലേച്ഛതയ്ക്കും അടിമയാക്കി ഒതുക്കി തീർത്ത ഇരുട്ടിന്റെ കെട്ടിനെ ഈ പകൽ ഞാൻ ഈ പട്ടണത്തിന്റെ വാതിൽ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരാം. ഹല്ലേലൂയ. പറ, കഷ്ടപ്പെട്ടു അടച്ചവർ കാണേ എൻ്റെ ദൈവം വാതിലുകൾ തുറക്കും, വാതിലുകൾ തുറക്കും. ഓ, ഒരു വാതിലല്ല, രണ്ട് വാതിലല്ല, ആത്മാവിൽ പറ, വാതിലുകൾ തുറക്കും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വാതിലുകൾ തുറക്കും. ഒന്നല്ല, രണ്ടല്ല, പത്രോസിന് വേണ്ടി ദൈവം തുറന്നത് 3 വാതിൽ. ആദ്യത്തെ 2 ദൂതൻ തുറന്നു, മൂന്നാമത്തത് സ്വതവേ തുറന്നു. ഹല്ലേലൂയ. ആദ്യത്തെ 2 ദൂതൻ തുറന്നു. ഹലോ,
നീ ദൂതന്റെ കൂടെ നിന്നാതി നിനക്ക് വേണ്ടി തുറന്നു തരും, നിനക്ക് വേണ്ടി തുറന്നു തരും. ചിലത് നിന്റെ കണ്ണിന്റെ മുമ്പിൽ സ്വതവേ തുറന്നു വരും, സ്വതവേ തുറന്നു വരും. ആ വാതിൽ എവിടെയുള്ള വാതിലാ? പട്ടണ വാതിൽ സ്വതവേ തുറന്നു വന്നു. ഈ പകൽ ഇത് പ്രസംഗിക്കുമ്പോൾ ഇന്ത്യയുടെ പട്ടണങ്ങളുടെ വാതിലുകൾ സ്വതവേ ദൈവസഭയ്ക്ക് വേണ്ടി തുറന്നു വരട്ടെ. Let it open right now in the name of Jesus. മിഷണറിമാർ എഴുന്നേൽക്കട്ടെ, മിഷണറിമാർ എഴുന്നേൽക്കട്ടെ. ദൈവസഭകളുടെ അടിസ്ഥാനങ്ങൾ ഇടട്ടെ. വേഗത്തിൽ വേഗത്തിൽ യേശുവേ. പ്രിയരെ, ക്രിസ്തീയ ജീവിതം ഇത്രയും സേഫാ. ഹലോ, ഇത്രയും സേഫാ. കാരാഗ്രഹത്തിലാണേലും ഉറങ്ങാൻ പറ്റും. ദൂതന്റെ കൂടെ നടന്ന വാതിൽ സ്വതവേ തുറക്കും. ഇന്ന് പകൽക്കാലം കേട്ടോ, സ്വതവേ തുറന്ന വാതിലൂടെ പത്രോസ് പുറത്തു വന്നു. ദൂതൻ പട്ടണത്തോളം കൊണ്ടു നിർത്തി. അടുത്ത പദം, അപ്പോഴാ പത്രോസിന് വചനം ഇങ്ങനെ പറയുന്നു, സ്വബോധം വന്നിട്ട്. ഹലോ, എന്തു വന്നത്? സ്വബോധം വന്നത്. വേറൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ആ പദം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഇതെല്ലാം സംഭവിച്ച് പട്ടണത്തിൽ പൗലോസ് എത്തിയപ്പോൾ, മലയാളത്തിൽ സ്വബോധം എന്താ, പക്ഷെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് പറയുന്നത് ഇറ്റ് സീംസ് ലൈക്ക് എ ട്രെംഡ്, ഒരു സ്വപ്നം കാണുന്നത് പോലെ. ഹലോ, ദൈവം വിടുവിച്ചാൽ നാളുകളിൽ നീ പറയും, നിന്റെ ജീവിതത്തിൽ നീ പറയും, എൻ്റെ ദൈവം സ്വപ്നം കാണുപോലെ എന്നെ കൊണ്ടുപോയി, സ്വപ്നം കാണുപോലെ എനിക്ക് വഴികളെ തുറന്നു തന്നു, സ്വപ്നം കാണുന്നത് പോലെ ദൈവം എനിക്ക് വാതിലുകളെ തുറന്നു തന്നു. സങ്കീർത്തനത്തിലൊരു പദമുണ്ട്, ദൈവജനത്തെ പ്രവാസത്തുനിന്ന് ദൈവം വിടുവിച്ചപ്പോൾ അവർ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഈ പകലാത്മാവിൽ ദൂത് കേട്ടെടുക്കാമോ? സ്വപ്നം കാണുന്നത് പോലെ ചില വിടുതലുകൾ വേഗത്തിൽ വെളിപ്പെടും. എത്ര വലിയ ഹെരോദാവ് കരം നീട്ടിയാലും ആരും സഹായിക്കാനില്ലേലും ദൂതനിറങ്ങും. സ്വപ്നം കാണുന്ന രീതിയിൽ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടും. വേഗത്തിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാ കണ്ണുകളും ദിവസം